ഇന്ന് രാവിലെ ഉറക്കെഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണ്. ഇന്നലെ രാത്രി നിർത്താതെ പെയ്ത മഴയിൽ മുറ്റത്ത് കോലായിൽ നിന്ന് ഇറങ്ങുന്ന മുറ്റത്തേക്കുള്ള സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റെപ്പിന് താഴെയായിട്ട് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ അപ്പോൾ ഫുൾ ചുറ്റുപാട് വെള്ളം തന്നെയാണ്. ബൈക്ക് കാറ് മാറ്റി, ബൈക്ക് അവിടെ തന്നെയുണ്ട്, ബൈക്ക് മാറ്റിയില്ല. വയലിൻ്റെ ഒത്ത നടുക്കാണ് വീട് ആയതുകൊണ്ട് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡെല്ലാം വെള്ളമാണ്. മുറ്റം, നമ്മൾ ആമകൾ വരാറുള്ള ആ കുളം, ആ തോട്, അതെല്ലാം ഫുള്ളായി നിറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് അടുക്കളയുടെ ബാക്ക് സൈഡാണിത്. അടുക്കളയുടെ ബാക്ക് സൈഡ് ഒരു ഭാഗത്ത് കരക്കല്ലടക്കം വെള്ളത്തിലാണുള്ളത്. പുറകിലത്തെ അടുക്കളയിൽ നിന്ന് താഴെ ഇറങ്ങുന്ന സ്റ്റെപ്പും ലെവലായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന വഴിയാണ്. മുറ്റം കഴിഞ്ഞിട്ട് നമ്മൾ റോഡ്, വാഹനങ്ങളൊക്കെ വരുന്ന വഴിയാണ്. അവിടം വരെ വെള്ളം ഇപ്പോൾ ആയിട്ടുണ്ട് ഏകദേശം. കണ്ടത്തിലെ വെള്ളമെല്ലാം ലെവലായിട്ടാണ് ഉള്ളത്, റോഡിന് ലെവലായിട്ടാണുള്ളത്. അതായത് കുറച്ച് ഒരു 2 മഴ കൂടി പെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാവും. ഇപ്പോൾ ഏകദേശം മുറ്റത്തേക്കുള്ള ഈ വഴി കണ്ടോ. ഇന്നലെ രാത്രി നിർത്താതെ പെയ്ത മഴയാണ്. നമ്മൾ അറിഞ്ഞിട്ട് പോലില്ല. ഉറക്കി ഒഴിഞ്ഞിട്ട് രാവിലെ വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. നമ്മുടെ മുല്ലത്തെ തോട്, ആമകൾ വരാറുള്ള സ്റ്റെപ്പും പടവുകളും ഒന്നും കാണുന്നില്ല. എല്ലാം മുങ്ങി പറമ്പ് ഏതാ തോട് ഏതാന്നുള്ള ലെവലായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഇക്കൊലായി ഇറങ്ങുന്ന സ്റ്റെപ്പ് കണ്ടോ നിങ്ങൾ. രണ്ടാമത്തെ ഇറങ്ങുന്ന സ്റ്റെപ്പിന് ലെവലായിട്ട്. ഒന്നാമത് തോട്ടിൽ നിന്ന് പുഴയിൽ നിന്നുള്ള വെള്ളം മുകളിലും തോടും ലെവലായിട്ട് സമാന്തരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എവിടെയും വെള്ളം പോകാൻ വഴിയില്ല. അപ്പോൾ വയലിൽ നിന്നുള്ള വെള്ളം എവിടെയും പോകുന്നില്ല, ഒഴുകി പോകുന്നില്ല. തോട്ടിലും വെള്ളം ഫുള്ളായി. അതാണ് പറ്റിയതെന്ന് തോന്നുന്നു. ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ സ്റ്റെപ്പും കോലായിക്ക് ലെവലായിട്ട് വെള്ളം ഉണ്ടാകാം.